കഥകളി ട്രസ്റ്റ് 2 ദിവസമായി ഒട്ടേറെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ട്രസ്റ്റിൻ്റെ ഒരു വ്യാഴവട്ടക്കാലമായുള്ള ആഗ്രഹത്തിൻ്റെ സഫലീകരണം ഇങ്ങനെ ഒരു മനോഹരമായ കെട്ടിടവും ആംഫി തിയേറ്ററും ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ ബൃഹത്തായ അക്കാദമിക ചർച്ചകളും സെമിനാറുകളും സംവാദങ്ങളും ഈ മനോഹരമായ വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം ദിവസം ഒരുപക്ഷെ ലോക കലാഭൂപടത്തിൽ ഉത്തര കേരളത്തെ അടയാളപ്പെടുത്തിയ ഏറ്റവും മഹത്തായ കല എന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന തെയ്യത്തെക്കുറിച്ചുള്ള വിപുലമായ ചർച്ചകളാണ് ഇന്നലെ നടന്നത്. കേന്ദ്ര കേരള സർക്കാരുകൾക്ക് നൽകാൻ പര്യാപ്തമായിട്ടുള്ള വിധത്തിൽ കലയുടെയും കലാകാരന്മാരുടെയും ഉപജീവനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ളൊരു നയരൂപീകരണം കൂടി ട്രസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള സംഗ്രഹിച്ച റിപ്പോർട്ടുകൾ തയ്യാറാക്കി വരികയാണ്. കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മളോട് സംസാരിക്കാൻ, നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, നമ്മെ ആശീർവദിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ സവിനയം ക്ഷണിക്കുന്നു. കാസർഗോഡ് ജില്ല പൊതുവെ ഒരുപാട് മഹാരഥന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ജില്ലയാണ്. രാഷ്ട്രകവി ഗോവിന്ദൻ പൈ, അതുപോലെ തന്നെ ശ്രീ TS തിരുമുമ്പ്, വിദ്വാൻ കേളുനായർ, അതുപോലെ മഹാകവി കുട്ടമത്ത്, മഹാകവി P. കുഞ്ഞിരാമൻ നായർ, കിഞ്ഞണ്ണതി, അങ്ങനെ നമ്മുടെ നാടിനൊരു വലിയ സാംസ്കാരികമായ പൈതൃകമുണ്ട്, പാരമ്പര്യം. അപ്പോൾ ഒരുപാട് കലകളുടെ നാടാണ് യക്ഷഗാനത്തിൻ്റെ നാട്. അതുപോലെ തന്നെ തെയ്യങ്ങൾ, വയനാട്ട് കുലവൻ. അപ്പോൾ അങ്ങനെ മധ്യ തിരുവിതാംകൂറിലോ ഇല്ലാത്ത ഒരു വലിയ സവിശേഷതയാണ് ഉത്തര മലബാറിനുള്ളത്. ഉത്തര മലബാറിൻ്റെ മൂല്യശോഭയും തുളുനാടിൻ്റെ സംസ്കൃതിയും സമഞ്ജസമായി സമന്വയിക്കപ്പെട്ടൊരു നാട്. ആ നാട്ടിൽ വരാനും ഇവിടുത്തെ ആളുകളെ പരിചയപ്പെടാനും കഴിഞ്ഞത് ജീവിതത്തിൽ മഹാഭാഗ്യമായിട്ടാണ് എപ്പോഴും ഞാൻ കാണുന്നത്. ഈ അതിപുരാതനമായ ഈ കലകളൊക്കെ നശിച്ചു പോകാതിരിക്കാൻ, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ഈ തലമുറയ്ക്കുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ, പഠനങ്ങൾ ഒക്കെ നടക്കണം. കഥകളിയോടൊപ്പം ആശാനും അതുപോലെ നമ്മളെ നാട്ടുകാരും നമ്മളും എല്ലാവരും ആഗ്രഹിക്കുന്ന മറ്റ് ചില കലാ സാംസ്കാരിക പരിപാടികൾ കൂടി നമ്മളെ നാട്ടിൽ നിന്ന് അന്യം പോകുമ്പോൾ അതിനെങ്ങനെ സംരക്ഷിക്കപ്പെടാം എന്നത് കൂടിയാണ് ഈ ഇന്നലെയും ഇന്നുമായി നടക്കുന്ന വിവിധ സെക്ഷനിലെ നമ്മുടെ ഓരോ പരിപാടികൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 വിഷയമാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒന്ന്, നമ്മുടെ നാട്ടിൽ കലകളെ പോലെ തന്നെ അന്യം നിന്ന് പോകുന്ന ഒരു പ്രധാനപ്പെട്ട കലയാണ് നമ്മുടെ തെയ്യം എന്നുള്ളത്. ആ തെയ്യം കലയല്ലാന്നും അത് വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ. അതിനു മുമ്പേ ഉണ്ടായി എന്ന് പറയുന്നതാണ് കളരിപ്പയൽ. ആ കളരിയുടെ സ്ഥിതി നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ പരിഗണില്ല. അപ്പോൾ ഇത് രണ്ടും നിലനിർത്തേണ്ടതാണോ നിലനിൽക്കേണ്ടതാണോ എന്നതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളരിപ്പയറ്റിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നേരത്തെ സ്വാഗതം പറയുമ്പോൾ ഇവിടെ പറയണ്ടേ. എൻ്റെ അഭിപ്രായം, ഈ കളരി ഇന്നത്തെ കാലത്ത് നിലനിന്ന് പോകേണ്ട സാധ്യതയില്ല എന്നല്ല. കാരണം കളരിപ്പയറ്റ് ഉണ്ടാക്കിയത് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ രാവിലെ ചെയ്യുന്ന ജിമ്മിൻ്റെ പരിപാടി ഉണ്ടല്ലോ, വ്യായാമത്തിന് വേണ്ടി. അതുപോലെ ഒരു വ്യായാമത്തിന് വേണ്ടി ആക്കിയതല്ല കളരി. കളരി
പയറ്റ് ശത്രുക്കളെ നേരിടാൻ അല്ലെങ്കിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന കാലത്താണ്, മറ്റു ഒരു ആയുധങ്ങളോ കാര്യങ്ങളോ പരിപാടികളോ ഒന്നും ഇല്ലാത്ത കാലത്താണ് നമ്മുടെ നാട്ടിൽ ഈ കളരി തുടങ്ങി എന്നതിലാണ് നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത്. തെയ്യവും കളരിപ്പയറ്റും സാധർമ്മ്യവും വൈധർമ്മ്യവും എന്നാണ്. കളരിപ്പയറ്റ് കേരളത്തിലുടനീളമുള്ള ഒന്നാണ്. കേരളത്തിൽ മാത്രമല്ല, മറ്റു പല പേരുകളിൽ സമാനമായ ആയോധന കലകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും. എന്നാൽ തെയ്യം നേരത്തെ കുഞ്ഞിരാമട്ടൻ സൂചിപ്പിച്ചതുപോലെ വളപട്ടണം പുഴക്ക് ഇപ്പുറത്തും ചന്ദ്രഗിരി പുഴയുടെ ഇപ്പുറത്തുമായിട്ടേ ഉള്ളൂ. അപ്പുറത്ത് പഴയ കോലത്ത് കടത്തനാട് എന്ന് വിളിക്കുന്ന വടകരയിലും കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങളിലെല്ലാം തിറ എന്നുള്ള പേരിൽ തെയ്യത്തിന് സമാനമായിട്ടുള്ള കലാരൂപമുണ്ട്. നമ്മൾ കേരളത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ സമന്വയ സംസ്കാരമാണ്. അത് കലകൾ തമ്മിലുള്ള സമന്വയം മാത്രമല്ല. നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു ദേശത്തേക്ക് എത്രയോ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഇവിടെ ജീവിതം ആരംഭിച്ച മനുഷ്യരൊക്കെ നമ്മുടെ ഈ നാടുമായി അലിഞ്ഞു ചേരുകയും ആ അലിഞ്ഞു ചേരലിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. അന്യം നിന്ന് പോകുന്ന കലകളെ വളർത്തിക്കൊണ്ടുപോരാൻ ശ്രമം ചെയ്താൽ അനുഷ്ഠാനമായിരിക്കാം, അനുഷ്ഠാനത്തിന് ആ അനുഷ്ഠാനത്തിൻ്റെ കലിൻ്റെ ഉള്ളിൽ നല്ലൊരു കലാരൂപമുണ്ട്. ആ കലാരൂപത്തിനെ ജനങ്ങളിലേക്ക് കൊണ്ടുവരണം. അനുഷ്ഠാനം ദൈവികമായിട്ട് സന്തോഷത്തിനായി അതിൽ നല്ലൊരു നൃത്തശില്പമുണ്ടെന്നും കഥകളിയെ ഇത്രത്തോളം പ്രശസ്തിയിലെത്തിയത് മറ്റൊന്നുമല്ല, 1967 ഒരു വിദേശയാത്രയ്ക്ക് ശേഷമാണ്. ഒരു തിയേറ്റർ കലാരൂപമാണ് കഥകളി എന്നും വിദേശത്ത് അനവധി പ്രശസ്തി ഉണ്ടാവാൻ കാരണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഥ MKK നായർ സാർ മഹാഭാരതവും രാമായണവും ഫുൾ ഒരു ദിവസം മുഴുവൻ നടക്കുന്ന പരിപാടിയെ ചുരുക്കി 2.5 മണിക്കൂർ പാകത്തിന് എഡിറ്റ് ചെയ്തും കൊണ്ട് വിദേശത്ത് കളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇതിന് മാർക്കറ്റിംഗ് വന്നു. ഇത് നല്ലൊരു ക്ലാസിക്കൽ ഗുരുകുല സമ്പ്രദായത്തിൻ്റെ അക്കാഡമിക് സമ്പ്രദായത്തായി തിയേറ്റർ അതിന് ഇപ്പോൾ അത് വളർന്ന് പന്തലിച്ചു പോയി. അത്തരത്തിലുള്ള ഒരു ശ്രമം വടക്കൻ മലബാറിന്ന് ഈ തെയ്യത്തിനെയും കളരിപ്പയറ്റും പ്രത്യേകിച്ച് ഞാനൊരു അത് പറയാണ് അന്യം നിന്ന് പോയ കഥകളി രൂപമായ കല്ലടിക്കോടൻ സമ്പ്രദായത്തെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരണം. പ്രമുഖ തെയ്യം ഗവേഷകൻ VK അനിൽകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ഗവേഷണങ്ങൾ, പഠനങ്ങൾ നടക്കുന്ന ലോകത്തെ അപൂർവം അനുഷ്ഠാന കലകളിൽ ഒന്നാണ് തെയ്യം. തെയ്യം ഒരു സമൂഹത്തിൻ്റെ വികാരത്തിൻ്റെ ഭാഗമാണ്. തെയ്യത്തിലൂടെ നമുക്ക് പലതിലേക്കും എത്തിച്ചേരാൻ കഴിയും. തെയ്യം ഒരു പ്രതീക വ്യവസ്ഥയാണ്. കേരള സംസ്കാരത്തെ, നമ്മുടെ എഴുത്തിനെ, ചിന്തയെ ഒക്കെ പലതരത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാഷയെയും പ്രതീക സംവിധാനത്തെ ഒക്കെ സ്വാധീനിച്ച ഒരു കലാരൂപം എന്ന നിലയിൽ നമുക്കതിനെ അത്ര വേഗം വിസ്തരിക്കുവാൻ കഴിയില്ല. തെയ്യം ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഒരു കാര്യത്തെ പ്രതിഭാസം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഇനിയും സ്ഥിരീകരിക്കാനും വിശദീകരിക്കുവാനും ഒരുപാട് അവശേഷിക്കുന്നതിനെയാണ് നമുക്ക് പലപ്പോഴും ഒരു പ്രതിഭാസം എന്ന് പറയേണ്ടി വരിക. തെയ്യം നിങ്ങൾ ആര് പറഞ്ഞതും കേൾക്കുകയോ അനുസരിക്കുകയോ ഭരണകൂടത്തിനും കലയ്ക്കും വിഗ്രഹപ്രതിഷ്ഠകൾക്കും തന്ത്രിമന്ത്രങ്ങൾക്കും ഒന്നും അടങ്ങാത്തതാണ് തെയ്യം. അപ്പോൾ അങ്ങനെ ഒന്നിനും അടങ്ങാത്ത ഒന്നിനെക്കുറിച്ചാണ് ഒരടക്കത്തോടു കൂടിയിട്ടൊക്കെ പറയേണ്ടത്. അപ്പോൾ എനിക്ക് അനുവദിച്ച സമയം കൊണ്ടൊന്നും ചിലപ്പോൾ ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ ബഹുമാനപ്പെട്ട മോഡറേറ്റർ എപ്പോഴാണോ സമയമാവുന്നത് അപ്പോൾ എൻ്റെ കഴുത്തിന് പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം
ഭരണകൂടത്തിനും കലയ്ക്കും അടങ്ങാത്ത, ഇത് നമ്മൾ പി ദിനേശ മാഷ് ഇങ്ങനെ ഈ പേര് തന്നെ ഒരു ലേഖനം കൂടി എഴുതിയിട്ടുണ്ട്. പുരസ്കാരങ്ങൾക്കോ ഒന്നിനും അടങ്ങുന്നതല്ല. അപ്പം ഞാൻ തൃക്കരിപ്പൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ തൃക്കരിപ്പൂര് തെയ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനൊരു ജനറലായിട്ടൊരു ഉത്തരവൊന്നും തെയ്യത്തിനൊന്നുമില്ല. എത്ര തെയ്യം ഉണ്ടെന്നോ അതിനെത്ര, അതിൻ്റെ ആഹാര്യം, അതിൻ്റെ ചമയം, അതിൻ്റെ മുഖത്തെഴുത്ത്, അതിൻ്റെ ആടയാഭരണങ്ങൾ, അതിൻ്റെ രംഗഭാഷ, രംഗപ്രയോഗം, ഈ തെയ്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ വാചാല്, മൊഴി, മുമ്മൊഴി, ഉപസ്ഥാനം, വഴിനട, വരവിളി, കാളിനാടകം, അഞ്ചടി, ഇതൊന്നും അതിൽ പൊതുവായിട്ട് എന്താണെന്നോ എത്ര തരം തെയ്യം ഉണ്ടെന്നോ എത്ര എണ്ണം ഉണ്ടെന്നോ ഇതൊന്നും ആർക്കും പറയാനൊന്നും കഴിയില്ല. അങ്ങനെ പറയേണ്ടുന്ന ആവശ്യമില്ല ഇത് മുഴുവൻ. കാരണം ഓരോ നാട്ടിന് ഓരോ തെയ്യമാണ്. അതുകൊണ്ട് തെയ്യത്തിന് ഒറ്റ ശരി കൊണ്ട് ശരിപ്പെടുത്താൻ പറ്റുന്നതൊന്നുമല്ല തെയ്യം. ഞാൻ പറയുന്ന എൻ്റെ നാട്ടിൽ വിഷ്ണുമൂർത്തി ഇങ്ങനെയാണ്, ഉടനെ നിങ്ങൾ പറയും അത് ഈടെ അങ്ങനെയല്ല, കാഞ്ഞങ്ങാട് നാട്ടിൽ ഇതിങ്ങനെയല്ല. ഇനി കുറച്ചപ്പുറം പോയാൽ പറയും നമ്മുടെ നാട്ടിൽ വൈരജാതൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ക്ഷേത്രപാലകൻ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയും നമ്മൾ ഉത്തമതറയിലത്തെ ക്ഷേത്രപാലൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ കഴിവില്ലാത്തൊരു ക്ഷേത്രപാലനാണ് നമ്മുടെ തങ്കയം ഉത്തമൻ തറയിലുള്ളത്. അത് ഈ നമ്മുടെ മടിയനിൽ വന്ന് ഈ നാട് വെട്ടി വിറപ്പിച്ച് വീരശൂര പരാക്രമിയായ ഒരു ക്ഷേത്രപാലകനെ അല്ല. ആ ക്ഷേത്രപാലകനെ വരവിളിക്കുന്നതിൻ്റെ എൻ്റെ ഉത്തമത്തിൽ കണ്ണമ്മോൻ എന്ന് പറയുന്ന ഏറ്റവും വാത്സല്യമൊക്കെ ഉള്ളൊരു ഒരു 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 ബാലൻ്റെ രൂപത്തിലാണ് ഈ ക്ഷേത്രപാലകനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഓരോ നാട്ടിനും ഓരോ ദേശത്തിൻ്റെ പലമ പോലെ തന്നെ ഓരോ ദേശമാണ് തെയ്യത്തെ നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഈ തെയ്യത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ നേരത്തെ പ്രായമുള്ളവർക്കൊക്കെ അറിയാം, നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന വേഷവിധാനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ കാലത്ത് ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ തെയ്യം പലപ്പോഴും മാറുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ മൊബൈൽ ഫോണൊക്കെ വന്നതോടുകൂടി തെയ്യവും ഒരു പെർഫോമൻസ്. ഇപ്പം നമ്മൾ കോരപ്പുഴക്ക് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് തിറ ആണ്. കോഴിക്കോട്, വടകര ആ ഭാഗത്തൊക്കെ, കൊയിലാണ്ടി ആ ഭാഗത്തൊക്കെ തിറയാണ്. അവിടെ നമ്മുടെ ഈ തെയ്യവുമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണ രീതിയാണ് തിറ എന്ന് പറയുന്നത്. പക്ഷെ കാണുമ്പോൾ നമ്മുടെ തെയ്യത്തിനോട് സാമ്യം നിൽക്കുന്ന രീതിയിലുള്ള ഒരു വേഷവിധാനം കൂടിയാണ്. പക്ഷെ അവിടെ നമ്മുടെ തെയ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. നമ്മളൊരു സ്റ്റേജിൽ എങ്ങനെയാണ് ഒരു പെർഫോമൻസ് ചെയ്യുന്നത്, അത് ഒരു കാവിൻ്റെ മുറ്റത്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. ഞാൻ കണ്ടിട്ടുള്ള ഒരു ആളെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ തെയ്യക്കാവുകളിലെ ആട്ടവും അത് മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വേഷത്തിലും ഒക്കെ എന്താ പറയുക, വളരെ പുതിയ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ സാധനങ്ങളൊക്കെ നമ്മുടെ തെയ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പെരുദേവത എന്ന് പറയുന്ന വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം അല്ലേ. കുളിച്ചുതോറ്റം നമ്മൾ ഈ പ്രായമുള്ളവർക്ക്, ബാക്കിലിരിക്കുന്ന പ്രായമുള്ളവർക്കൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പഴയ കാലത്തുണ്ടായിട്ടുള്ള കുളിച്ചുതോറ്റത്തിൻ്റെ വേഷവരവ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ വേഷത്തിൻ്റെ അരയോടയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉടുത്തുകെട്ടൊക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ന് നമ്മുടെ ഈ കുളിച്ചുതോറ്റത്തിൻ്റെ വേഷം കഥകളിയുമായിട്ട് വളരെ അടുപ്പം, നമ്മുടെ ഈ അരക്ക് കിട്ടുന്ന ഉടുത്തുകെട്ട് കഥകളിയുടെ ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു വേഷത്തിൻ്റെ അതിനോട് സാമ്യം നിൽക്കുന്ന രീതിയിൽ നമ്മളത് തെയ്യത്തിലത് എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് കടം കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അനുകരിച്ചുകൊണ്ട് അതിൻ്റെ വേഷത്തിൽ മാറ്റം വരുത്തുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. കർണാടകത്തിലേക്ക് കൂടി ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു വഴി ഇതുവഴി ഉണ്ടാകട്ടെ എന്നുള്ള ആശംസ കൂടി അർപ്പിക്കുക. ഒരുപക്ഷെ ഇത് പറയാനുള്ളൊരു കാരണം കൂടിയുണ്ട്. കർണാടകത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കലാരൂപം എന്ന് പറയുന്ന യക്ഷഗാനം. യക്ഷഗാനത്തിൽ പ്രധാനമായി രണ്ട്, തെക്കൻ രീതിയും വടക്കൻ രീതിയും. വടക്കുതിട്ടു എന്ന് പറയുന്നത് അപ്പുറം ഭാഗത്തുള്ളതും തെങ്കുതിട്ടു എന്ന് പറയുന്നത് ഈ കാസർഗോഡ് തുളുനാട് ഭാഗത്താണ് തെങ്കുതിട്ടു എന്ന് പറയുന്ന യക്ഷഗാനത്തിൻ്റെ ശൈലി നിലനിൽക്കുന്നത്. ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.
മാറുന്ന തെയ്യം, മാറുന്ന കല, മാറുന്ന കാലം എന്ന വിഷയത്തിലുള്ള വളരെ ഗംഭീരമായ ദീർഘമായ ഒരു സംവാദം ആണിവിടെ നടന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരും വളരെ നന്നായിട്ട് സംസാരിച്ചു. തെയ്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്തത്ര വിശേഷങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. തെയ്യത്തിൻ്റെ എണ്ണത്തെക്കുറിച്ച് തന്നെ കൃത്യമായൊരു ധാരണയില്ല. ഏതാണ്ട് 1500ഓളം തെയ്യങ്ങൾ തുളുനാട്ടിലും കേരളത്തിലുമൊക്കെ ആയിട്ട് ഉണ്ട് എന്നാണ് ഏകദേശം ഒരു പറയുന്നത്. തുളുനാട്ടിൽ മാത്രമായിട്ട് ഒരു ലക്ഷ്മി വി പ്രസാദ് എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്തൊരു സ്ത്രീ എഴുതിയ ഒരു പുസ്തകത്തിൽ 1001 തെയ്യങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറയുന്നില്ല, പേരെടുത്തിട്ട്. ഇനി ആരെങ്കിലും യുദ്ധത്തിന് വന്നാൽ എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാ ഭരണവായുവെല്ലാം പറഞ്ഞ് ഞങ്ങൾ യുദ്ധം ചെയ്തിട്ട് അവരെ നീക്കം ചെയ്യാന്ന് പറഞ്ഞ്, അപ്പോൾ എല്ലാവർക്കും സുഖമാവട്ടെ എന്ന് പറഞ്ഞ് സന്തോഷമായി ബഹുദോഷമായി ഇതൊന്ന് പറഞ്ഞിട്ട് അന്ന് ആ പരിപാടി പോലെ ഒന്നാമത്തെ ദൃശ്യം അവിടെ കയ്യിലും.
ഏതെങ്കിലും ഒരു ആഘോഷത്തിന് കലാപരിപാടികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ പുതിയ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് ബാൻഡ് അല്ലെങ്കിൽ അതുപോലെ പുതിയ തലമുറയെ ആകർഷിക്കുന്ന പരിപാടികളെക്കുറിച്ചാണ്. ശാസ്ത്രീയമായ കലകൾ ആസ്വദിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് അവസരം കൊടുക്കുന്നതിന് പലപ്പോഴും മടി കാണിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. എൻ്റെ ഒരു അനുഭവം, കുറേ ഇതുപോലുള്ള വലിയ പെരുങ്കളിയാട്ടങ്ങളായാലും ഉത്സവങ്ങളായാലും അവിടെയൊക്കെ പരിപാടികൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ദിവസം നമുക്കൊരു കഥകളി ആയിക്കൂടെ എന്നുള്ള ഒരു ചർച്ച വരുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വിരലിൽ എണ്ണാവുന്ന ആളുകളെ പോലും കിട്ടാനില്ല എന്നതാണ് വസ്തുത. ഈ അടുത്ത 1-2 സ്ഥലത്തുണ്ടായിരുന്നു. അതേ സമയത്ത് അവിടെ ഉണ്ടായ മറ്റൊരു അനുഭവം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്, എങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ അറിയില്ല. 4 ലക്ഷം രൂപയുടെ അഗ്രിമെന്റിൽ ഒരു ശാസ്ത്രീയ നൃത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് പ്രശസ്തയായ അഭിനേത്രിയാണ്, നർത്തകിയാണ്, ആളുടെ പേര് പറയുന്നതിൽ എനിക്ക് വിഷമമുള്ളതുകൊണ്ട് ഞാനതിവിടെ സൂചിപ്പിക്കുന്നു. ബാലഗോപാലൻ ഏകപാത്ര നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായിട്ടുള്ളതാണ്. മറ്റുള്ളവർക്ക് വിജയിപ്പിക്കാൻ സാധിക്കാത്ത കഥാപാത്രങ്ങളെ വിജയിപ്പിച്ചിട്ടുള്ളതാണ്. നാടകം സമം ജീവിതം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ്. ഇതിൻ്റെയൊക്കെ അടയാളമായിട്ടാണ് കഴിഞ്ഞ മാസം 29-ാം തീയതി അദ്ദേഹത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാരത് ഭവൻ സമഗ്ര നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി ആദരിച്ചു. ടിക്കറ്റ് വെച്ച് ഇന്നത്തെ പോലെയല്ല. ടിക്കറ്റ് നിലത്തിലിരുന്ന് നോക്കുന്നുണ്ടെങ്കിൽ 1 രൂപ ആണ്. എൻ്റെ അറിവിൽ ഇവിടെ മുതിർന്ന സാറുണ്ട്, അവരുടെ അറിവിൽ അതിനായിട്ട് ചെറിയ വിലയിലായിരിക്കാം. ഇങ്ങനെയായിരുന്നു. പിന്നെ മാക്സിമം ഫ്രണ്ടിൽ ഈസി ചെയർ ആയിരുന്നു, ഒരു തുണിയുടെ ചെയർ വെച്ച്. ഞാനിത് എന്തിനാ പറയുന്നത് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഇത് വലിയ അതിശയമല്ല, പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഇത് വലിയ അതിശയത്തിൻ്റെ ഒരു കാര്യമാണ്. പക്ഷേ മാറ്റങ്ങൾ വന്നത് വെറും 25-30 വർഷത്തിൻ്റെ ഈ കാലഘട്ടമാണ്. ഈ കാലയളവിൽ വളരെ ചുരുക്കമാണെന്ന് ഞാൻ പറഞ്ഞു. അതെ, നിങ്ങൾ കമ്പയർ ചെയ്താൽ ഒരു 100 വർഷം ഈ മാറ്റങ്ങളെ വന്നിട്ടില്ല. പക്ഷെ ഈ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, നമ്മൾ ഇപ്പൊ എൻ്റെ ഈ വയസ്സിൽ ഞാൻ എൻ്റെ സ്കൂൾ ലൈഫും പിന്നെ എൻ്റെ ഈ അധ്യാപന ലൈഫിലും കണ്ട മാറ്റങ്ങൾ വളരെ വലിയ. ഇതാണ് യഥാർത്ഥ വെല്ലുവിളിക്ക് കാരണമായിട്ടുള്ളത്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പീരീഡായിട്ട് നമ്മളിത് കാണണം. ഇനി വരുന്ന മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു ഇത്ര വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട്, ഒരു സംക്രമണ കാലഘട്ടമായിട്ട് ഇരിക്കൂല ഈ കലകളെ, അല്ലെങ്കിൽ അനുഷ്ഠാന കലകളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കലകളോ വിഷയത്തിൽ. 9 മണിക്ക് യക്ഷഗാനം തുടങ്ങും. രാത്രി 7 മണിക്ക് പിന്നെ ഈ കേളികൊട്ട് എന്ന് പറഞ്ഞ ചെണ്ട അത് തുടങ്ങും ഈ ഏരിയയിലാണ്. അപ്പോൾ എല്ലാവരും അതിനു മുമ്പ് അനൗൺസ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു, നോട്ടീസുകൾ വിതരണം ചെയ്യും. കുട്ടികൾ ഒരുപാട് ഈ ജീപ്പിന്റെ ബാക്കിൽ ഓടിയിട്ട് നോട്ടീസ് കളക്ട് ചെയ്യാൻ ഞങ്ങളെല്ലാം ഓടിയവരാണ്. ഒരിക്കൽ ഞങ്ങൾ ഓടുമ്പോൾ ഒരു പട്ടി ബാക്കിൽ നിന്ന് വന്നിട്ട് ഒരുത്തനെ കടിച്ച ഒരു അനുഭവം എല്ലാം ഉണ്ട്. ഈ ജീപ്പിന്റെ ബാക്കിൽ ഓടുന്ന തിരക്കിന് ബാക്കിൽ നിന്ന് ഒരു പട്ടി വന്നിട്ട് ഒരുത്തന്റെ കാല് പിടിച്ച് കടിച്ചു. ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ഈ കാട്യനാട്ടം, പുറകെ നൃത്തം പക്ഷെ ഇപ്പോൾ എവിടെ കാണാനില്ല, നമുക്കത് അറിയില്ല. ഈ കുറക നൃത്തമല്ല ഞാൻ നേരിട്ട് കണ്ടതാണ്. അതുപോലുള്ള ഒരു നൃത്തം ഞാൻ ഇതുവരെ ഏത്
ഏത് ഫോക്ക് ഡാൻസ് ഞാൻ അതുപോലുള്ള ഒരു ഡാൻസ് കണ്ടിട്ടില്ല. പക്ഷെ അതിനെല്ലാം നമുക്ക് നിലനിർത്താൻ ഇത്ര വരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. എന്നാൽ ഞാൻ മലയാളം സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിൽ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കടമ്പാട്ടാളി ആശാന് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു, സ്വപ്നം കാണുന്ന വ്യക്തിയായിരുന്നു. അവരുടെ കലയെ എത്രത്തോളം ഉയരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ അതൊക്കെ അവർ നേരത്തെ സ്വപ്നം കണ്ടു. ഇന്നീ കാണുന്ന സ്മാരക മന്ദിരവും ആ സ്വപ്നത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് കടമ്പാട്ടാളി ആശാന്റെ കൊച്ചുമകളായ ഞാനും അന്ന് അപ്പൂപ്പൻ്റെ പരാധീനകൾ കാണുമ്പോൾ ഞാനും സ്വപ്നം കണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെന്ന് ഞങ്ങളും സ്വപ്നം കണ്ടിരുന്നു. കാരണം കൂടെ നടക്കുമായിരുന്നു ഞങ്ങളും. അപ്പൂപ്പൻ്റെ കഥകളി വേഷത്തോടൊപ്പം ഞങ്ങളും നടക്കുമായിരുന്നു. ഞാൻ ആശിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് ലോട്ടറി, അപ്പം വളരെ കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ അപ്പൂപ്പന് കഥകളി കോപ്പ് സ്വന്തമായിട്ട് വേണമെന്ന ആഗ്രഹമായിരുന്നു. എപ്പോഴെങ്കിലും ലോട്ടറി അടിക്കുകയായിരുന്നെങ്കിൽ കഥകളി കോപ്പ് വാങ്ങാനുള്ള പൈസ അപ്പൂപ്പന് നൽകണം എന്നായിരുന്നു ഞാനും കണ്ട സ്വപ്നം. അപ്പം ഞങ്ങളൊക്കെ കൂടെ സ്വപ്നം കണ്ടിരുന്നു. ഇപ്പോഴും നേരത്തെ ഇവിടെ രത്നാകരൻ മാഷ് സൂചിപ്പിച്ച കാര്യം, ഒരു കല എങ്ങനെ ഒരു സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യ നന്മയ്ക്ക് എങ്ങനെ ഉതകുന്നു, അതേപോലെ തന്നെ ഒരു കലയിലുള്ള പ്രത്യേകിച്ച് ആചാരാനുഷ്ഠ കലയിലുള്ള പേടിപ്പെടുത്തുന്ന അന്ധവിശ്വാസങ്ങളും ഒരു സാമൂഹ്യ നന്മയ്ക്ക് സമൂഹത്തിന് എങ്ങനെ ദോഷം ചെയ്യുന്നു എന്നും ഒക്കെ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. ഇവിടുന്ന് എനിക്ക് ഈ ആദ്യത്തെ സെഷന് വേണ്ടി മാത്രം നന്ദി പറയേണ്ടിയിരുന്ന എന്നെ ഈ 4 സെഷനുകളിലും ഇവിടെ പിടിച്ചു നിർത്തിയതിൽ എനിക്ക് കുറേ അറിവുകളും എനിക്ക് നേടാൻ സാധിച്ചു. ഞങ്ങളുടെ സൈക്കോളജിയിൽ ഒരു കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് ഉണ്ട്. ഇത്തരം പേടിപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഉത്കണ്ഠയെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് എന്ന ഒരു തെറാപ്യൂട്ടിക് മെത്തേഡിലൂടെ കറക്റ്റ് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ചർച്ച എനിക്ക് അതിനുള്ള ഒരു അറിവും കൂടിയാണ്, എൻ്റെ അറിവ് എൻഹാൻസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നേരത്തെ ചർച്ച ചെയ്തിരിക്കുന്ന വിശിഷ്ട വ്യക്തികളിൽ പലരും അത് തെയ്യക്കോലങ്ങൾക്ക് പ്ലാസ്റ്റിക് ആഭരണങ്ങളും പ്ലാസ്റ്റിക് ഉടയാടകളും ഇതൊക്കെ അധികപ്പറ്റല്ലേ എന്നുള്ളത് സംസാരിച്ചിരുന്നു. ഫ്ലക്സുകളും തെയ്യം ഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്ലക്സുകളും തീർച്ചയായിട്ടും ഒരധികപ്പറ്റ് തന്നെയാണ്. അതൊക്കെ തന്നെ എങ്ങനെ മാറ്റി നിർത്തി എങ്ങനെ ഈ കലകളെ പരിപോഷിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും മുന്നിലോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് ഈ സ്മാരക മന്ദിരത്തിന് ഇനി മുന്നിലോട്ടേക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.